ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എം.എൽ.എയുടെ കാറിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട യുവാവിന് മർദ്ദനമേറ്റു എന്നാരോപിച്ചാണ് ബി.ജെ.പി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി. ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസും എം.എൽ.എയും ഒത്തുകളിച്ച് കേസ് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇതൊരിക്കലും അനുവദിക്കില്ലെന്നും സി. ശിവൻകുട്ടി പറഞ്ഞു. പരാതിക്കാർക്ക് നീതി കിട്ടും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയാണ് ബി.ജെ.പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. നീതി കിട്ടും വരെ സമരപരിപാടികൾ തുടരുമെന്ന് ബി.ജെ.പി പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കി. നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ സ്റ്റീഫൻ എം.എൽ.എയുടെ പേരിൽ കേസെടുത്തേ മതിയാവും. നിങ്ങൾ ഏത് നിയമമാണ് അവിടെ ഉപയോഗിക്കാൻ പോകുന്നത്? നിങ്ങൾ ബി.ജെ.പി RSS ആണെങ്കിൽ നിങ്ങൾ എത്ര കേസെടുക്കും ഇതിനു മുമ്പ്? ഈ സംഭവത്തിന്റെ ഉത്തരവാദി സ്റ്റീഫൻ എം.എൽ.എക്ക് പങ്കുണ്ട്. സ്റ്റീഫൻ എം.എൽ.എയോട് കരഞ്ഞു പറഞ്ഞു, ആ സ്ത്രീ കരഞ്ഞു പറഞ്ഞു, കേണപേക്ഷിച്ചു. ഇത്രയും സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? CPM കൊടുത്ത പ്രതികളെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ജാമ്യം കൊടുത്ത് വിട്ടയച്ചു. ഒരു ചെറിയ വകുപ്പങ്ങ് ചേർത്തു. നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്തു. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരാണ്. നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി CPMകാർക്ക് ജാമ്യം കൊടുത്തു. നിങ്ങൾ ഏത് നിയമമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്? നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ പ്രതിഷേധം സ്റ്റീഫൻ MLA അടക്കമുള്ളവരുടെ പേരിൽ കേസെടുക്കണം. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം. ഭാരതീയ ജനതാ പാർട്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.